ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരീരത്തിന്റെ വിവാഹപരമായ അർത്ഥം എന്തെന്ന് നമുക്ക് നോക്കാം. ഇതിനർത്ഥം നമ്മുടെ ശരീരം സ്നേഹം പ്രകടിപ്പിക്കാനും ദാനം ചെയ്യാനും വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പുരുഷൻ തന്റെ ശരീരം ഒരു സ്ത്രീക്ക് സ്നേഹത്തോടെ ദാനം ചെയ്യുമ്പോൾ അവൾ അത് സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. അതുപോലെ ഒരു സ്ത്രീ തന്റെ ശരീരം ഒരു പുരുഷന് സ്നേഹത്തോടെ ദാനം ചെയ്യുമ്പോൾ അവൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈ സ്നേഹദാനം ഏറ്റവും മനോഹരമായി പ്രകടമാകുന്നത് വിവാഹത്തിലാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷനും സ്ത്രീയും തങ്ങളുടെ ശരീരം പരസ്പരം ദാനം ചെയ്യുകയും അങ്ങനെ അവർ ഒരേ ശരീരമായി തീരുകയും ചെയ്യുന്നു. ഇതവരുടെ അഗാധമായ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും അടയാളമാണ്. നമ്മുടെ ശരീരം നമ്മെ മറ്റൊരാളുമായി ആഴത്തിൽ ബന്ധിപ്പിക്കാനും സ്നേഹിക്കാനുമാണ് ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ സ്നേഹബന്ധം ദൈവത്തിനുള്ളിലെ സ്നേഹബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ത്രിത്വം, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ തമ്മിലുള്ള സ്നേഹം. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം 3 വ്യക്തികളിൽ ഒന്നായി നിലകൊള്ളുന്നു. പുരുഷനും സ്ത്രീയും പരസ്പരം സ്നേഹിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു ചിത്രം പോലെയാകുന്നു. നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ സ്നേഹം ഈ ലോകത്തിലേക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. വിശുദ്ധ ജോൺ പോൾ II പാപ്പ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ശരീരം സ്നേഹിക്കാനും സ്നേഹം സ്വീകരിക്കാനും വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേക പ്രതിഫലനമാണ്. അതിനാൽ നമ്മുടെ ശരീരത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. വിശുദ്ധിയോടെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ.